എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ലേ? ഈ ദൃശ്യം 3-ലെങ്കിലും ജോർജ് കുട്ടിയെ പിടിക്കുവോ? ത്രില്ലടിക്കാതെ അവിടെ ഇരിക്കേ. ചിരിക്കണ്ട, ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. അത് ജിത്തു ജോസഫിന് മാത്രം അറിയാവുന്ന. അല്ല അതല്ല ഇപ്പോ മോജൂട്ടിയെ പിടിച്ചാൽ പിന്നെ ദൃശ്യം 4 ഉണ്ടോ? ഫോറുണ്ട്, ദൃശ്യം 4 ഉണ്ട്. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ. ഇപ്പോ ഏറെക്കുറെ നമ്മൾ ഹാപ്പിയായി. ഫോറുണ്ട്, ദൃശ്യം 4 ഉണ്ട്. ഞാൻ ചെയ്ത് തെറ്റാണ് മച്ചു. ഇതൊക്കെ ഒരു തെറ്റാണോ ഷുക്കൂറെ? ഉണ്ട്. സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അല്ല പിടിച്ചാൽ ഉണ്ടാവില്ലല്ലോ. ഓ തന്നെ തന്നെ. അതുകൊണ്ട് ഫോറുണ്ട്. നേരാണോ? അതെ. അപവാദം പറഞ്ഞ അടിച്ച് ഞാൻ മോന്ത പരത്തും. ജിത്തു തന്നെ നമ്മുടെ എന്താണ് കോൺക്ലേവ് വന്ന സമയത്ത് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ ആവണമെന്നില്ല. അത് എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. കാരണം ഇതിനൊരു സ്വാഭാവിക അന്ത്യം ഉണ്ട്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? അങ്ങനത്തെ ആകാം എന്നൊരു ചില സൂചനകൾ അത് തന്നുണ്ട്. ശരി, അത് ഈ ഘട്ടത്തിൽ ഇതിന്റെ കാര്യം നമ്മുടെ അടുത്ത് പറയത്തില്ലല്ലോ. വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. ജിത്തു അഭിനയിക്കാൻ പോകുമ്പോഴേ നമ്മളെ ജസ്റ്റ് ആ പറയുന്ന ഭാഗം മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. നമ്മൾ അഭിനയിക്കേണ്ട ഭാഗം മാത്രമേ എന്താണ് മുമ്പും പൊൻപും ഒന്നും മനസ്സിലാവില്ല. കേശ് പറയുന്നത് തരും, പാടത്ത് പടി വരമ്പത്ത് കൂലി. അതാണ് നമ്മുടെ പോളിസി. അഭിനയിക്കേണ്ട സീൻ പറഞ്ഞു തരും, അതങ്ങ് അഭിനയിക്കുക. എന്തരാണല്ലേ? നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.